തെന്നിന്ത്യൻ സൂപ്രധാനമായ സമാന്തയ്ക്ക് എന്താണ് അസുഖമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? അവരൊരു ഇൻ്റർവ്യൂവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അവർ പറഞ്ഞത് പേശികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്, അതിനെ മയോസൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ആ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ ചികിത്സയിലാണ്, അതിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ് എന്ന് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. നമ്മുടെ പ്രതിരോധശക്തിക്കെതിരെ തിരിയുന്ന അസുഖങ്ങളുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് അതിനെ പറയുന്നത്. ഇത്തരത്തിലുള്ള അസുഖത്തിന് എന്താണ് ചികിത്സ, അതിനെന്തെങ്കിലും മാറ്റാനായിട്ട് കഴിയുമോ എന്നതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കൂട്ടം അപൂർവം രോഗങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് മയോസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ മയോസൈറ്റിസിൻ്റെ ഒരു പ്രധാന പ്രശ്നം വേദനയാണ്, ശരീരവേദന, എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകുന്ന വേദന. വളരെ റെയറാണ്, പക്ഷേ പ്രതിരോധശക്തിക്കെതിരെ തിരിയുന്ന അസുഖമായതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ല. നമ്മുടെ തന്നെ പ്രതിരോധശക്തി നമുക്കെതിരെ തിരിയാണ്. ഇത് ലിവറിനെതിരെ തിരിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ഇത് കിഡ്നിക്കെതിരെ തിരിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ നെഫ്രൈറ്റിസ് എന്ന് വിളിക്കും. ഇത് മസിലിനെതിരെ തിരിയുന്നതുകൊണ്ടാണ് നമ്മുടെ മസിലിനെ എന്തായിട്ടാണ് കാണുന്നത്, വേറൊരു ശത്രുവായിട്ടാണ് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശക്തി കാണുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കുകയും അതിനെ ആക്രമിക്കുകയും ചെയ്യുകയാണ്. ഇത് സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത്. സ്ത്രീകളിൽ ഹോർമോൺസിൻ്റെ ഒരു കളിയാണ്. അപ്പോൾ ഈ പേശികളിലെ ബലഹീനത കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും. വേദന കഴിഞ്ഞതിന് ശേഷം ബലഹീനത വരും. അത് കഴിഞ്ഞതിന് ശേഷം ഈ രോഗത്തിൻ്റെ സ്റ്റേജസ് മുകളിലോട്ട് പോകും തോറും വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ശ്വാസം എടുക്കാൻ പോലും തടസ്സം വരുന്ന രീതിയിലോട്ട് ഈ രോഗം വഷളാകാറുണ്ട്. 1,00,000-ൽ 4 മുതൽ 22 പേർക്കാണ് ഈ അസുഖം സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതലും സ്ത്രീകളിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു കാരണം ആർക്കും അറിയില്ല. ചില വൈറസിൻ്റെ ആക്രമണം കൊണ്ടാണോ അതോ ചില മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് ആണോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ പോലും ഇതിനൊരു ക്ലിയർ ആയിട്ട് ഒരു കോസ് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കൈ, കാല്, തോള്, ഇതിലെല്ലാം മസിലുകൾക്കെല്ലാം ശക്തമായ വേദന, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സോർനെസ് പോലെ ഉണ്ടാകുക. അത് കഴിഞ്ഞ ശേഷം ലങ് ഫെയിലിയറിലോട്ട് പോകും, ശ്വാസതടസ്സം ഉണ്ടാവാം, തളർച്ച അനുഭവപ്പെടാം, പേശികൾക്ക് തന്നെ ഒരു വീക്കം ഉണ്ടാവും, അത് ശക്തിയില്ലായ്മ ഉണ്ടാവാം. ഇങ്ങനെയാണ് ഈ മയോസൈറ്റിസ് ഇതിൻ്റെ സ്റ്റേജസ് കടന്നു പോകുന്നത്. നമ്മുടെ തന്നെ പ്രതിരോധശക്തി നമുക്കെതിരെ തിരിയുന്ന കുറേ അസുഖങ്ങളുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് പറയുന്നത്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ അകത്താണ് ഈ മയോസൈറ്റിസും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം എല്ലാത്തിനും സെയിം തന്നെയാണ്. ഇതിനൊരു പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. പക്ഷേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അതായത് ഇടവിട്ടുള്ള ഉപവാസം, ഏകദേശം ഒരു 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഈ അസുഖത്തിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് ഉറപ്പായിട്ടും ചെയ്തു നോക്കാം. കാരണം നമ്മുടെ ദിവസവും നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിക്കുന്നുണ്ട്. അപ്പം നശിക്കുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ട് നശിക്കത്തില്ല, കുറച്ച് മാത്രം നശിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ റിപ്പയർ ചെയ്യുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ റിപ്പയർ ആകണമെങ്കിൽ നമ്മൾ ശരീരത്തിലോട്ട് ഫുഡും വരാൻ പാടില്ല, അതുപോലെ കറക്റ്റായിട്ടുള്ള ഉറക്കവും വേണം, ലൈറ്റും കൂടുതൽ പാടില്ല. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ് ആവുന്നത് ഉറക്കത്തിലും അതുപോലെ വയറിന് റെസ്റ്റും ഉള്ള സമയത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉറങ്ങണമെന്ന് പറയുന്നത്. ഒരു 7 മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം പൂർവ്വപരമായിട്ട് റെസ്റ്റിൽ പോവുകയും ഇത്തരത്തിലുള്ള സെൽസിനെ റിപ്പയർ ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്തും നമ്മുടെ ശരീരം ഒരു ഓട്ടോഫേജി എന്നുള്ള കണ്ടീഷനിലോട്ട് പോകും. അതായത് മോശമായി നശിച്ചിരിക്കുന്ന സെൽസ് സ്വന്തമായി നശിച്ചു പോവുക. ഇതിനാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് വൈൽഡ് ഫയർ പോലെയാണ്. അതായത് നമ്മൾ ഒരു കാട്ടിലൊക്കെ ഒരു തീ പിടിക്കുന്നവരാണ്. പിടിച്ച് അടുത്തിലോട്ട് അടുത്ത സെൽസ് നശിപ്പിച്ച് കൂടുതലായിട്ട് സെൽസിനെ നശിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് ഓട്ടോഫേജി നടന്നില്ലെങ്കിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ശരീരത്തിൻ്റെ ഒരു നോർമൽ മെക്കാനിസമാണ് നമ്മുടെ ശരീരം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഓട്ടോഫേജിയിലോട്ട് പോവുകയും സെല്ല് റിപ്പയർ ഉണ്ടാകുന്നത് നോർമൽ ഒരു പ്രോസസ്സാണ്. ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലും എന്താ സംഭവിച്ചത്? ഒരു കോശം നശിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശരീരം എന്താണ് വിചാരിക്കുന്നത്? ഇത് നമുക്കെതിരെ വന്ന ശത്രുവാണെന്ന് പറഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ മസിൽ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ ആ മസിലുള്ള സെല്ലാണ് നശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സെല്ല് എന്താവണം? ഓട്ടോഫേജി സംഭവിച്ച് സ്വന്തമായിട്ട് ഇല്ലാതായാൽ അവിടെ ആ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നില്ല. അതിനുവേണ്ടിയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയും ഇത്തരത്തിൽ ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം എൻഡോക്രൈനോളജിസ്റ്റാണ്. അദ്ദേഹം മിക്ക ആളുകളോടും പറയുന്നത് 16 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുക. ഒരു ആഴ്ചയിൽ ഒരു 4-5 ദിവസം ഫാസ്റ്റ് ചെയ്യുക. അത് വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് ശരീരത്തിനും വയറിനും ഒരു റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ്, ഫ്ലെയർ അപ്പും വളരെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഏകദേശം 90% കുറച്ച് വയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീറോയിഡ്സ് ആണ്. സ്റ്റീറോയിഡ് കൊടുത്താൽ എന്ത് പറ്റും? നമ്മുടെ പ്രതിരോധശക്തിയും കുറയ്ക്കും, അതുപോലെ തന്നെ ഈ ഒരു ഫ്ലെയർ അപ്പിനെയും തടയാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു പ്രതിരോധശക്തിയെ കുറയ്ക്കുക എന്നുള്ളതാണ് സ്റ്റീറോയിഡ്സ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റ്
നടന്നില്ലെങ്കിൽ പിന്നുള്ള ചോയ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റീറോയിഡ് തന്നെയാണ്. ചില ഇമ്മ്യൂണോ സപ്രസൻസ് ഉണ്ട്, അതും ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്ന സാധനം മെത്തോട്രെക്സേറ്റ് അല്ലെങ്കിൽ മൈക്കോ ഫീനോലേറ്റ് അല്ലെങ്കിൽ ആസാതയോർപ്പിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറച്ച് ഈ അസുഖത്തിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. ഇത് കൂടാതെ IV ഇമ്മ്യൂണോഗ്ലോബിൻ ചില ആളുകൾക്ക് കൊടുക്കാറുണ്ട്. അതും നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. അത്രമാത്രം സിവിയർ ആയിട്ട് കണ്ടീഷൻസ് ഉള്ളവർക്ക്, പ്രത്യേകിച്ചും ഡെർമറ്റോമയോസൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുണ്ട്, ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് ആണ്. അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കാണ് IV ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുന്നത്. ഇത്തരം അസുഖമുള്ളവർ എക്സസൈസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ വെയിറ്റ് എടുത്തിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന അവരുടെ മസിൽസ് സ്ട്രെങ്തനിങ്ങിനും അതുപോലെ തന്നെ അവർക്കൊരു എൻഡോർഫിൻസും ഹാപ്പി ഹോർമോൺസ് ഒക്കെ ശരീരത്തിലുണ്ടാകുന്ന ഡിപ്രഷൻ ഓവർകം ചെയ്യാനും ശരീരത്തിന് റിക്കവർ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ദിവസവും 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വ്യായാമം ചെയ്യുക എന്നുള്ളത്. പിന്നെ വെള്ളം കുടിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മസിൽസിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഘടകമാണ് വെള്ളം. അതുകൊണ്ട് കൃത്യമായ വെള്ളം നല്ലോണം കുടിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങളും ഇത്തരമുള്ള ആളുകൾ കഴിക്കേണ്ടതാണ്. ഇത്തരം ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ഉള്ളവർക്ക് എൻഡോക്രൈനോളജിസ്റ്റ് അല്ലെങ്കിൽ ഈ മയോസൈറ്റിസ് പോലുള്ള പ്രോബ്ലം ആണെങ്കിൽ റുമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് അറിയാൻ പറ്റും. ഞാനിന്ന് ഈ വീഡിയോ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അതായത് നമ്മുടെ തന്നെ പ്രതിരോധശക്തി നമുക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ. ഈ അവസ്ഥയ്ക്ക് പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ അല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോശങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആ ശരീരത്തിനെ കൊണ്ട് തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. അതിനാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത്. ഈ ഓട്ടോഫേജി വരണമെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യണം, അതുപോലെ പ്രോപ്പർ റെസ്റ്റ് ശരീരത്തിന് കൊടുക്കണം. 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഉറങ്ങണമെന്ന് എല്ലാ വീഡിയോയിലും കൃത്യമായി പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ആ ശരീരത്തിൽ റെസ്റ്റ് കൊടുക്കുന്ന സമയത്താണ് ഈ കോശങ്ങൾ സ്വന്തമായി ഇല്ലാതാകുകയും അല്ലെങ്കിൽ അത് മറ്റേ കോശങ്ങളെ നശിപ്പിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇത് ക്യാൻസറസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഈ കോശം നശിച്ച് അടുത്ത കോശത്തിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രീ ക്യാൻസറസ് സെൽസ് ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സെൽസ് ഡാമേജ് ആവുന്നതാണ്. അത് നോർമൽ പ്രോസസ്സാണ്. അതിനെ നമ്മൾ തടയുന്നതാണ് രാത്രി ഉറങ്ങുന്ന സമയത്തും. അതുപോലെ ശരീരത്തിൽ ആഹാരം കുറച്ച് നേരം കൊടുക്കാതിരിക്കുകയാണ്. അത് കൂടുതൽ നേരമല്ല, ആ കറക്റ്റ് 8 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. അങ്ങനെ തന്നെ കഴിക്കുകയും വേണം. അതിൽ കൂടുതൽ ഫാസ്റ്റ് ചെയ്യരുത്. ഈ ഒരു ഏറ്റവും നല്ലത് 14 മണിക്കൂർ മുതൽ 16 മണിക്കൂർ മാത്രം ഒരാഴ്ചയിൽ 4-5 ദിവസങ്ങളിൽ ഫാസ്റ്റ് ചെയ്താൽ ഈ പറഞ്ഞ അസുഖങ്ങൾക്കെല്ലാം നല്ലൊരു വ്യത്യാസം കാണും. അങ്ങനെ ചെയ്ത ഒത്തിരി ആളുകൾ എനിക്കറിയാം. അപ്പോൾ ഈ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടൊരു മാർഗ്ഗം ആണ്. നിങ്ങൾ ധാരാളം ആളുകളിലൂടെ ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.